റിയൽ സ്റ്റോറി ന്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അലീനയുടെ വരാനിരിക്കുന്ന വിശേഷമാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞതിന്റെ ബാലൻസ് കഥയാണ്. ഇപ്പം ബബിതയുള്ളത് ഹോസ്പിറ്റലിലാണ്. ബബിതയാണെങ്കിൽ ഒന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പരാജയപ്പെട്ടു. എന്നാലും ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണുള്ളത്. അപ്പോൾ അലീന എത്തുകയാണ് ബബിതേനെ കാണാനായിട്ട്. അപ്പോൾ അവിടെ ഉള്ളത് വൈജയും രോഹിത്തും കൃഷ്ണമോളും കമലയും അതുപോലെ തന്നെ ശിവശങ്കരമേനോൻ, ബാലചന്ദ്രമേനോനൊക്കെ ഉണ്ട്. അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, എല്ലാവരും അലീനയുടെ അടുത്തേക്ക് ഓടിക്കൂടുന്നു. അലീനയുടെ ആ ഒരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ വന്നൊരു മാറ്റം വൈജയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. വൈജയും കമലയും അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ. വൈജയും കമലയും ഇവരുടെ അടുത്തേക്ക് വരുന്നില്ല, അതായത് അലീനയുടെ അടുത്തേക്ക് വരുന്നില്ല. അപ്പം ഈ അലീനയുടെ മാറ്റവും അലീനയുടെ ആ ഒരു ഡ്രസ്സിൻ്റെ രീതിയും പഴയ നമ്മുടെ അലീന ഇടുന്ന ഡ്രസ്സൊന്നും അല്ല. അലീന കുറച്ചൊക്കെ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ സ്റ്റാൻലിക്ക് ഒരു നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അലീനയ്ക്ക് ആദ്യം ഇഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ. അലീന ആദ്യം നമ്മുടെ അലീനയുടെ ഡ്രസ്സ് തന്നെയൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ സ്റ്റാൻലിക്ക് ഒരു നാണക്കേട് ഉണ്ടാകരുതല്ലോ, സ്റ്റാൻലിയുടെ മകളാണല്ലോ, എല്ലാവരെയും മകളായിട്ട് തന്നെയല്ലേ പരിചയപ്പെടുത്തുന്നത്. സ്റ്റാൻലി മാറ്റി നിർത്തുന്നൊന്നുമില്ല, സർവൻ്റാന്ന് പറയുന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അലീന കുറച്ച് നല്ല ഡ്രസ്സും ആഭരണങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. ഒത്തിരി ഓവറായിട്ടൊന്നുമില്ല, എന്നാലും നൈസൊക്കെ ആയിട്ട് ആകെ മൊത്തത്തിലൊരു മാറ്റം. അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ വൈജ കമലയോട് പറയുന്നുണ്ട്, ഇതിവളിപ്പം വേലക്കാരി ആയിട്ടാണോ എവിടെയെങ്കിലും നിൽക്കുന്നത്, അതോ ഇവക്ക് വേറെ വലിയ ജോലി വല്ലതും ആണോ എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കമല പറയാണ്, അതിന് ഇവളെ വേലക്കാരിയായിട്ട് കൊണ്ടുപോയെന്ന് ആരാ പറഞ്ഞത്? ഇവളെ മിക്കവാറും ഏതെങ്കിലും ഫ്ലാറ്റൊക്കെ എടുത്തിട്ട് അവിടെ ബാലചന്ദ്രൻ താമസിപ്പിച്ചിരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറയാം. കുറച്ച് എന്താ പറയുക, നുണയും കൊതിയൊക്കെ പറയുന്നുണ്ട് അവിടെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബബിതയുടെ ബോധം തെളിഞ്ഞതും ബബിതയ്ക്ക് ആദ്യം കാണേണ്ടത് അലീനയാണ്. അലീനയെ കാണണമെന്ന് ബബിത പറഞ്ഞതും ഡോക്ടർ വന്ന് പറഞ്ഞതും വൈജ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. വൈജ അങ്ങനെ സമ്മതിക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അവിടെ നിൽക്കുക, നിങ്ങൾ അമ്മയൊക്കെ ആയിരിക്കാം, നിങ്ങൾ അവളെ പ്രസവിച്ച അമ്മയൊക്കെ ആയിരിക്കാം, പക്ഷേ പേഷ്യൻറ്റിൻ്റെ ആ ഒരു ഇതല്ല ഞങ്ങളിപ്പം നോക്കുന്നത്. അപ്പം പേഷ്യൻറ്റിന് ഏതാണോ ഇഷ്ടം, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ താല്പര്യം അനുസരിച്ച് ഇവിടെ പറ്റത്തുള്ളൂ. അപ്പോൾ അലീന കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അലീന കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത അലീനയെ നോക്കുന്നു. അലീന ചോദിച്ചു, എന്തിനായിരുന്നു മോളെ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചീനെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി എന്നെ വഴക്ക് പറയരുത് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട്. അപ്പം മുറുകെ പിടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം സംസാരിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് സിസ്റ്റർമാരൊക്കെ പറഞ്ഞു, ഒത്തിരി കൂടുതൽ സ്ട്രെയിൻ കൊടുക്കണ്ട പേഷ്യൻറ്റിനെ, അപ്പോൾ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ അലീന ഇറങ്ങിയതും എല്ലാവരും ഓടി ചെല്ലുക. നമ്മുടെ കൃഷ്ണജയും രോഹിത്തും ബാലചന്ദ്രനും ഒക്കെ ഓടി ചെന്നിട്ട് എന്താ പറ്റിയത് അവൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല, എന്തായാലും അവളെ ആരും വിഷമിപ്പിക്കുകയൊന്നും വേണ്ട, അവൾ ഒരുപാട് വിഷമത്തിലാണെന്നാ തോന്നുന്നത് അച്ഛാ, അതുകൊണ്ട് ഇനിയിപ്പം ആരെങ്കിലും കയറി കണ്ടാലും വേറെ ഒന്നും അവളോട് ചോദിക്കരുത്, അവളെ വിഷമിപ്പിക്കുകയൊന്നും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ ഓക്കെ, നമ്മളെ എന്ത് വിഷമിപ്പിക്കാനാ, അവളോട് ഇനി എന്ത് പറയാനാ, അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവൾ പറയട്ടെ, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വൈജ ആണെങ്കിൽ വരുന്നില്ല കേട്ടോ. വൈജ അലീന അവിടെ നിൽക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്കേ വരുന്നില്ല, അങ്ങ് മാറി നിന്ന് ഏതാണ്ട് വഴിപോക്കരെ പോലെ മാറി നിൽക്കുന്നുണ്ട്. അപ്പം ശിവശങ്കരമേനോൻ ചോദിച്ചത്, എന്താ വൈജ നീ ഇവിടെ നിൽക്കുന്നത്, നിന്റെ മോളുടെ വിശേഷവും കാര്യങ്ങളൊന്നും നിനക്ക് അറിയണ്ടേ, അവള് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് അതൊക്കെ തരണം ചെയ്ത് വന്നിട്ട് നിനക്കിതൊന്നും അറിയണ്ടേടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്തറിയാനാ, അറിയേണ്ടവരൊക്കെ വന്നിട്ടുണ്ടല്ലോ, പറയേണ്ടവരൊക്കെ വന്നിട്ടുമുണ്ട്. പേഷ്യൻ്റ് ആണെങ്കിലും അകത്ത് കിടക്കുന്നവളെ, അവള് ചില്ലറക്കാരിയല്ല, എൻ്റെ മോളൊക്കെയാ, പക്ഷെ അവളാള് ശരിയല്ല, അവൾക്ക് എന്നെ കാണാന്ന് പറയാലോ എന്ന് പറഞ്ഞപ്പോൾ എന്താ വൈജ ഇത്, നീ എന്താ ഈ കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ പെരുമാറുന്നത്, നിനക്ക് വിവരമില്ലേ, നിനക്ക് ബോധമില്ലേ, അവക്ക് വയ്യാണ്ട് കിടക്കുമ്പോൾ അവക്ക് ആരെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് കാണിക്കുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ അതിനൊക്കെ ഇങ്ങനെ കോതിക്കറിവ് കുത്തിയിട്ട് ഈ നാണമില്ലേ നിനക്കെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് നാണമില്ല, നിങ്ങളൊക്കെ കണ്ടല്ലോ കേട്ടല്ലോ, ഞാൻ ഏതായാലും പോകും, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എൻ്റെ ആവശ്യമില്ലോ എന്ന് പറഞ്ഞിട്ട് വൈജ ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോയി കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങ് പോയി. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സ്റ്റാൻലി വിളിക്കുക. അപ്പം പോകാനൊക്കെ ഏകദേശം സമയമായി. ഇപ്പം സ്റ്റാൻലി പറഞ്ഞു, മോളെ ഒരു ദിവസം ആയല്ലോ, മോളെന്നൊന്നും അല്ല അലീനെ നട്ടോ സ്റ്റാൻലി വിളിക്കുന്നത്, അലീന ഒരു ദിവസം ആയല്ലോ, നമുക്ക് പോകണം, എനിക്ക് അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നിനക്കറിയാമല്ലോ, എല്ലാം തകിടം മറിയെന്ന് പറയുമ്പോഴത്തേക്കും അലീന പറഞ്ഞു, അത് പിന്നെ അച്ഛ പെട്ടെന്ന് ഞാൻ എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ അതെന്താ, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ആ വീട്ടിൽ ജോലിക്ക് നിന്നെന്നല്ലേ ഉള്ളൂ, നിനക്ക് അവരുമായിട്ട് എന്നെ ബന്ധമിരിക്കുന്നത്, നീ എന്നത്തിന് അവിടെ ശുശ്രൂഷിക്കാനായിട്ട് അവിടെ നിൽക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, നീ സ്റ്റാൻലിയുടെ മോളാ, അങ്ങനെ ഒരു വീട്ടിലും പോയി ജോലിക്ക് നിന്നതോ അല്ലെങ്കിൽ ശുശ്രൂഷിക്കാനോ ഒന്നും ഇനി ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞപ്പം അതെ പപ്പ ഒരു കാര്യം മറന്നുപോയി, പപ്പ ഒരു കാര്യം ഓർക്കണം, പപ്പയുടെ മോള് മാത്രമല്ല ഞാൻ, എനിക്കൊരു അമ്മയുണ്ട്, ആ അമ്മയുടെ 3 മക്കളാണ് ഈ പറയുന്ന ബബിതയും രോഹിത്തും
കൃഷ്ണജിയും അവരെൻ്റെ സഹോദരങ്ങളല്ലേ. അപ്പം എന്തിനാ പപ്പ ഞാൻ അവരെ അന്യരായിട്ട് കാണുന്നത്? എൻ്റെ അമ്മയുടെ വയറ്റിലല്ലേ അവരും പിറന്നത്, ഞാനും ആ അമ്മയുടെ വയറ്റിൽ പിറന്നത്, ഞങ്ങൾ ഒരമ്മയുടെ വയറ്റിൽ പിറന്ന മക്കളല്ലേ, ഞങ്ങൾ സഹോദരങ്ങളല്ലേ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലിയുടെ ആ ഒരു ചോദ്യത്തിന് അർത്ഥമില്ലാതായി പോയിട്ട്, സ്റ്റാൻലി ശരിയാണല്ലോ, ഞാൻ ഈ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത് അവൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവര്. നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കൃഷ്ണജയും അതുപോലെ തന്നെ രോഹിത്തും ബബിതയൊക്കെ സഹോദരങ്ങളാണ്. അപ്പൊ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായി പോകും. അപ്പം താൻ പറഞ്ഞത് തെറ്റായി പോയല്ലോ, അലീനയുടെ മുമ്പിൽ അങ്ങ് ചെറുതായി പോയ പോലെ ആയിപ്പോയിട്ടോ നമ്മുടെ ഈ പറയുന്ന സ്റ്റാൻലി. അപ്പൊ സ്റ്റാൻലി പറഞ്ഞല്ലേ, നിന്റെ ഉദ്ദേശം എന്താ? അല്ല, നീ നിന്റെ പെങ്ങളല്ലല്ലോ, സഹോദരി വയ്യാതായപ്പോഴത്തേക്ക് നീ ഇവിടെ നിൽക്കുന്നു. ഞാൻ നാളെ ചെന്ന് വയ്യാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വരുവോ? നീ എന്നെ നോക്കുവോ? എന്നെ ആരെങ്കിലും നോക്കാനുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ പപ്പനെ പിന്നെ ഞാനല്ലത് വേറെ ആരാ നോക്കുന്നത്? എന്നാ ഇനിയിപ്പം ഞാൻ നാളെ ഉടനെ പോയിട്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞ് നിന്നെ വിളിക്കാന്ന് പറയുമ്പോൾ പപ്പ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അതെ, ഇപ്പം അവക്ക് എൻ്റെ ആ ഒരു സാമീപ്യം വേണം, അവക്കത് അത്യാവശ്യമാണ്. പപ്പയ്ക്ക് അറിയാമല്ലോ അവളെ, ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടില്ലേ, അവളൊരു പറഞ്ഞാൽ കേൾക്കാത്തൊരു കുട്ടിയായിരുന്നു. പക്ഷേ ഞാൻ ചെന്നാ ഒരുപാട് മാറ്റിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണം അച്ഛാന്നല്ല പപ്പ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ 1-2 ദിവസം ഞാൻ അവിടെ നിൽക്കാം, എന്നിട്ട് വരാമെന്ന് പറയുമ്പോൾ എവിടെ? നെടുമ്പുരയ്ക്കലോ? അതെ, അവിടെ നിന്നെന്നോർത്തെന്താ? നിന്റെ തള്ളയ്ക്ക് നിന്നെ കണ്ണിന് കണ്ടുല്ലോ, പിന്നെ അങ്ങനെ നീ അവിടെ പോയി നിൽക്കും? അതൊന്നും പപ്പ ഓർത്ത് പേടിക്കണ്ട. ഞാൻ ഏതായാലും കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ പപ്പ. ഞാൻ നിന്നിട്ട് വരാം. അവളുടെ കാര്യം വേറെ ആരും ഇല്ലല്ലോ പപ്പ നോക്കാനായിട്ട്. രോഹിത്തിന് പഠിക്കാൻ പോകണം, കൃഷ്ണജിക്കും പഠിക്കാൻ പോകണം, പിന്നെ ഉള്ളത് അച്ഛന് ജോലിക്ക് പോകണം, പിന്നെ അമ്മയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അച്ഛാന്ന് പറയുമ്പോൾ നീ എന്ത് വേണേലും കാണിക്കുക, ഏതായാലും ഇങ്ങോട്ട് വരാറാകുമ്പോഴത്തേക്ക് വിളിച്ചാൽ മതി, എന്തെങ്കിലും കാണിക്കുക, എന്ത് കോപ്പയിലും കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലി എന്നാൽ പോകാം എന്ന് പറഞ്ഞ് സ്റ്റാൻലി അവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് കേട്ടോ. നമ്മുടെ സ്റ്റാൻലി എടുത്ത ആ ഒരു ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് പോവുക. ഏതായാലും ഈ ഒരു സമയത്ത് അലീന പോയി ബാലചന്ദ്രനോട് പറയുകയാണ്, അച്ഛാ ഏതായാലും ഞാൻ ഉടനെ പോകുന്നില്ല അച്ഛാ, ഞാൻ കുറച്ച് ദിവസം നിൽക്കാം, ഇന്നോ നാളെയോ ആയിട്ട് ബബിതനെ ഡിസ്ചാർജ് ചെയ്യത്തില്ലേ, അപ്പം അവൾക്ക് ഏതായാലും അവൾ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ല, ഞാൻ ഏതായാലും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോള് അപ്പം അലീന ചേച്ചി നെടുമ്പുരയ്ക്കിലേക്ക് വരാൻ പോവാണ്, വീട്ടിലേക്ക് വരാൻ പോവാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ഞാൻ അങ്ങോട്ടേക്ക് വരാം, അങ്ങോട്ടേക്ക് വന്ന് കുറച്ച് ദിവസം നിൽക്കാം. അല്ല അപ്പം അവിടെ ജോലിക്ക് പോകണ്ടേ? അത് സാരമില്ല, ഞാൻ അത് അവരോട് പറഞ്ഞെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, മോളെ ശരിയാണ് മോളെടുത്ത തീരുമാനം, കാരണം ബബിതയുടെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ എല്ലാവരും ഇതിലേയും പോകുമ്പോഴത്തേക്കും അവൾ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ വൈജയുടെ, എന്തിനും ഏതിനും കുത്തി വേദനിപ്പിക്കാതിനല്ലാതെ അവൾക്ക് മക്കളോട് സമാധാനത്തിനൊരു വാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കാനോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നീ വരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് വൈജ ഇതൊന്നും അറിയുന്നില്ല. വൈജ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ പിറ്റേ ദിവസമായിട്ട് ഇതിനിടയ്ക്ക് കുറച്ച് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻറ്റിനെ കാണാനായിട്ട് എറണാകുളം ആണല്ലോ. അപ്പോൾ എറണാകുളം അവിടെ പാലാരിവട്ടത്താണല്ലോ മാമച്ചനും ഗ്രേസിയും രേവതിക്കുട്ടിയൊക്കെ. അപ്പോൾ അവർ വന്ന് താമസിക്കുന്നതല്ല, പേഷ്യൻറ്റിന് നമ്മുടെ ബബിതേനെ കാണാൻ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്രഷ് ആകാനൊക്കെ ഇവരുടെ വീട്ടിലാണ് ബാലചന്ദ്രനും മക്കളും ഒക്കെ പോയി ഫ്രഷ് ആയിട്ട് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടല്ലോ അവർ. അപ്പം അങ്ങനെ അവരെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതൊന്നും ഞാൻ കൂടുതൽ പറയാത്തതാണ്. കൂടുതൽ ഡയലോഗ്സ് ആയിട്ട് നമ്മൾ പറയണ്ടല്ലോ, വലിച്ച് നീട്ടിക്കൊണ്ട് പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പം അങ്ങനെ ഡിസ്ചാർജ് ചെയ്തിട്ട് നേരെ നമ്മുടെ അലീനയുമായിട്ടാണ് ബാലചന്ദ്രനും അലീനയും കൃഷ്ണമോളും രോഹിത്തും എല്ലാവരും കൂടെ നേരെ പോകുന്നത് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്കാണ്. അങ്ങനെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ചെന്ന് വണ്ടി നിർത്തുന്നു. വണ്ടിയിൽ നിന്ന് അലീനയും എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് വൈജ പതുക്കെ എണീറ്റ് ഞൊണ്ടി വരുന്നുണ്ട്. കാല് കൈയൊന്നും അത്രയ്ക്ക് ശരിയായിട്ടൊന്നുമില്ല, ഞൊണ്ടി വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് വാതിൽ പതുക്കെ തുറന്നു കഴിഞ്ഞത് ദേ നിൽക്കുന്നു നമ്മുടെ അലീന. ഹമ്പടാ, സഹിക്കുവോ വൈജ? ഇവളെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ വൈജ ഇങ്ങനെ നോക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അലീനയെ എതിരേറ്റുകൊണ്ട് വാ അലീന ചേച്ചി, കയറി വാ അലീന ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത്തും കൃഷ്ണജയൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, തുറന്ന ഡോർ അതേപടി അടച്ചിട്ട് നേരെ അകത്തേക്ക് കയറി പോയിട്ടോ. അപ്പോഴേക്കും അലീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ അലീന പറഞ്ഞു, ഞാൻ വന്നത് മേഡത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, അതൊന്നും മോള് മൈൻഡ് ചെയ്യേണ്ട, ഇതിനപ്പുറം സംഭവം നടന്നിട്ടില്ലേ, പിന്നെ എന്നാത്തിനാ മോൾ ഇത് മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇല്ല, ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അച്ഛാ, ഞാനിപ്പോൾ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്,
എനിക്ക് ബബിതയെ പഴയ രീതിയിൽ മാറ്റിയെടുക്കണം, അവളുടെ ആ ഒരു ഇതൊക്കെ മാറ്റിയെടുത്തിട്ട് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് അതൊന്നും കൂടുതൽ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല അച്ഛാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതാ മോളെ നല്ലത്, നീ കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ബബിതയ്ക്ക് ആ വീട്ടിലകത്തേക്കൊന്നും കയറി വരാൻ പറ്റണില്ല. ബബിത പണ്ടത്തെ ബബിതയല്ല. ഈ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ ബബിത ഇപ്പം എന്താ പറയുക, എന്തോ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണുള്ളത്. ആരോടും മിണ്ടാട്ടമില്ലാതെ, ചിരിയൊന്നും മുഖത്തില്ലാതെ, തലമുടിയൊന്നും ചീകി കെട്ടാതെ ഒരു ഭ്രാന്തിയെപ്പോലൊരു രൂപമാണ് നമ്മുടെ ബബിതയുടെ കേട്ടോ. അപ്പം അങ്ങനെ ബബിതേനെയും കൂട്ടി അലീന ബബിതയുടെ കൈ പിടിച്ചിട്ട് മോള് കയറി ബാ എന്നും പറഞ്ഞ് നേരെ ചെന്ന് ഷീറ്റൊക്കെ വിരിച്ചു. ഷീറ്റൊക്കെ ബബിതയുടെ പുത്തൻ ഷീറ്റൊക്കെ വിരിച്ച് പില്ലോ കവറൊക്കെ മാറ്റി ഷീറ്റൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പം എല്ലാം സെറ്റാക്കി കൊടുത്ത് ഈ ഒരു സമയത്ത് നമ്മുടെ വൈജ ഇങ്ങ് വന്നു കേട്ടോ. കുറേ പെട്ടിയും പ്രമാണമൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മുടെ വൈജ വരുന്നത്. അങ്ങനെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് നമ്മുടെ വൈജ വന്നിട്ട് ഞാൻ പോകുവാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് രോഹിത് അമ്മ ഇതെങ്ങോട്ട് പോവാ, അമ്മ എങ്ങോട്ട് പോവാന്നീ പറയുന്നത്? അല്ല ഞാൻ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്, എൻ്റെ ആവശ്യം എന്തിനാ? അല്ലെ എൻ്റെ ആവശ്യം ഇല്ലാഞ്ഞിട്ടാണല്ലോ ഇപ്പം ഇങ്ങോട്ടേക്ക് ഇവളെയും കെട്ടി എഴുന്നള്ളിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇവളുള്ള വീട്ടിൽ ഞാൻ താമസിക്കത്തില്ല. അത് അന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇവളുള്ള വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പം അതുകൊണ്ട് ഇവളുള്ള വീട്ടിൽ ഞാൻ താമസിക്കത്തില്ല, ഞാൻ പോവാ, എനിക്ക് ഇവിടെ താമസിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ വൈജ പെട്ടിയും കിടക്കൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോഴത്തേക്കും കൃഷ്ണജ എന്ന് നേരെ ബാലചന്ദ്രനോട് പറഞ്ഞു, അതെ അമ്മ പോയി അച്ഛാ, അമ്മ ദേ പെട്ടിയും കിടക്കൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ മോളെ, പോട്ടെ അവള് പോട്ടെ, കുറച്ച് ദിവസമെങ്കിലും സമാധാനം കിട്ടൂല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന ഇതറിഞ്ഞു. അലീന ഓടി വന്നിട്ട് അച്ഛാ ദേ മേഡം പോയി എന്ന് പറഞ്ഞപ്പം പോട്ടെ, അതിനിപ്പോൾ എന്താ, നിനക്ക് പ്രശ്നമുണ്ടോ? അല്ല എന്നാലും ഞാൻ വന്നിട്ട്, അല്ല നീ വന്നപ്പം നിനക്കറിയത്തില്ലായിരുന്നോ? നിനക്കറിയത്തില്ലായിരുന്നോ അവൾക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്? അല്ല അപ്പം നീ വന്നത് തെറ്റായിപ്പോയി എന്നല്ല ഞാൻ പറഞ്ഞത്. എന്താണെങ്കിലും അത് തരണം ചെയ്യാൻ പഠിക്കണം, അതാ ഞാൻ പറഞ്ഞത്. അവൾ പോവുമോ പോകാതിരിക്കുവോ വരുമോ എന്ത് വേണേലും ചെയ്യട്ടെ, അതൊന്നും നീ മൈൻഡ് ആക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എങ്കിലും അച്ഛാ വേണ്ട ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട, കുറച്ച് സമാധാനം വേണം എനിക്കും എൻ്റെ മക്കൾക്കും. എത്ര മാസമായെന്നറിയാമോ മോളെ ഈ വീടിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിട്ട്? അവളെ ഈ വീട്ടിൽ വന്ന് കാല് കുത്തിയതോടുകൂടി സമാധാനം നഷ്ടപ്പെട്ടെന്നേ. ഒരു സമാധാനവും ഇല്ല, എനിക്ക് നല്ല ഫുഡ് കിട്ടണില്ല, നന്നായിട്ട് ഉറങ്ങാൻ പറ്റണില്ല, സമാധാനമില്ല, പിന്നെ എങ്ങനെയാ ഫുഡ് കഴിക്കാൻ പറ്റണത്? അപ്പോൾ ഏതായാലും മോൾ ഇനി ഉണ്ടല്ലോ, മോള് വന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ അത്യാവശ്യം നല്ല ഫുഡും അതുപോലെ നല്ല ഉറക്കമൊക്കെ വേണം. അപ്പം അതുകൊണ്ട് മോള് പേടിക്കണ്ട, അവൾ പോയിട്ട് എപ്പോഴാന്ന് വെച്ചാൽ വരട്ടെ, ഇവിടെ ആർക്കും ഒരു ചുക്കുമില്ല, ചുണ്ണാമ്പും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അലീന എന്നാ ഓക്കെ, ഞാൻ ബബിതയുടെ അടുത്തേക്ക് കയറി ചെല്ലട്ടെ, അവൾക്ക് എന്തോ വല്ലായികയൊക്കെ ഉണ്ട് അച്ഛ, അവളോടെല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അതെ മോള് ചെല്ല്, മോള് തന്നെയാണ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ നല്ലത് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ബബിത അങ്ങനെ എങ്ങനെയൊക്കെ ഒരു ദിവസമൊക്കെ അവരവിടെ നിന്ന് ഇങ്ങനെ തള്ളിയൊക്കെ നീക്കുന്നു. ഭയങ്കര സന്തോഷം കൃഷ്ണജയ്ക്കും. പഴയ പഴയ പോലെ തന്നെ നമ്മുടെ കൃഷ്ണജയുടെ രാവിലെ വിളിച്ചെണീപ്പിക്കേണ്ട അലാറം നമ്മുടെ അലീനയാകുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നല്ല ക്ഷമയോടും സഹനശക്തിയോടും ഒക്കെ കൂടെ ഇരുന്ന് നമ്മുടെ കൃഷ്ണജയെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അലീന വളരെ നീറ്റായിട്ട് ചെയ്തു പോകുന്നു. പിറ്റേ ദിവസം നമ്മുടെ മനു എത്തുവാണ്. അലീന വന്ന വിവരം മനു അറിഞ്ഞേ. അപ്പം അതുകൊണ്ട് തന്നെ മനു എത്തുകയാണ് കേട്ടോ. മനു എത്തിയിട്ട് അലീനയെ കണ്ടതും എന്തോ ഒരു സ്വർഗം കിട്ടിയൊരവസ്ഥ. എന്താ പറയുക, ഈ അടിവയറ്റിൽ നിന്ന് മഞ്ഞിങ്ങോട്ട് കയറി വരുമല്ലേ ആ ഒരവസ്ഥ. അലീനെ എന്ന് വിളിച്ചോണ്ടാണ് കയറി വരുന്നത്. അപ്പോഴത്തേക്കും കൃഷ്ണച്ച എനിക്കറിയായിരുന്നു, എത്ര നാളായി ഇങ്ങോട്ട് വന്നിട്ടെന്ന് അറിയാമോ അലീന ചേച്ചി, ഈ നിൽക്കുന്ന ആളെ. എന്നിട്ട് ഇപ്പോൾ ഓടിപ്പടച്ച് വന്നിരിക്കുന്നതിൻ്റെ കാരണവും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് കാരണം, എന്താടി നീ പറയുന്നതെന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ പാടായി. അലീന ചേച്ചി വൻപം സ്വീകരണം കൊടുത്താട്ടെ, ഇനിയിപ്പോൾ സ്വീകരണത്തിന് ഒരു കുറവും വേണ്ട. അല്ല ഇത് രണ്ടുപേരും ഒത്തുചേർന്ന് കളിക്കുന്ന കളിയാണോ? അപ്പോൾ അലീന പറഞ്ഞു, ദേ പെണ്ണേ കുറച്ച് നാക്ക് കൂടുന്നുണ്ടേ, അടക്കി വെക്കാൻ പറഞ്ഞു. ഇനി എൻ്റെ നാക്കെടുത്ത് പുറത്തിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ആർക്കും ഒരു വിഷയം ഉണ്ടാണ്ടേ, ഞാനൊന്നും കണ്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോള് രണ്ട് കളിയാക്കിയിട്ട് അങ്ങ് പോയി. അപ്പോഴേക്ക് രോഹിത് വന്നിട്ട് മനുവേട്ടാ നമുക്ക് എന്നാ പോവേണ്ടത്? അല്ല ഇനി പോകുന്നില്ല, അലീന ചേച്ചി വന്നിട്ട് ഇനി പോക്കൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പം എടാ പോവാടാ, നാളെ പോവാടാ, അഡ്മിഷൻ അവിടെ എടുത്തതല്ലേ, നമുക്ക് നാളെ പോകാമെന്ന്. അപ്പം ഇനിയിപ്പം നമ്മുടെ രോഹിത് പഠിക്കുന്നത് ഇവിടെയല്ല, രോഹിത് പുറത്ത് വേറെ എവിടെയോ പോയി പഠിക്കുകയാണ് കേട്ടോ. അപ്പം മനുവിൻ്റെ കൂടെ റൂമിൽ നിന്നാണ് പോകുന്നത്. ഇപ്പോൾ എറണാകുളത്ത് എവിടെയോ ആണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ മനുവിൻ്റെ കൂടെ നിന്നാണ് പോകുന്നത്. അപ്പം മനുവിൻ്റെ കൂടെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നമ്മുടെ രോഹിത് ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ രോഹിത് വന്ന് വർത്താനം പറഞ്ഞു പോയി. അങ്ങനെ അലീനയോട് കുറച്ച് നേരം സന്ദർഭമൊക്കെ കിട്ടുന്നതല്ലേ അലീനയോട് സംസാരിക്കാനായിട്ട്. ഇപ്പം കുറച്ച് നേരം അലീനയോട് സംസാരിക്കുകയാണ് നമ്മുടെ മനു വന്ന് അലീനയോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. എത്ര ദിവസമായി കണ്ടിട്ട്, എത്ര ദിവസമായി ഒന്ന് മിണ്ടിയിട്ട്, അല്ലെങ്കിലും ഈ വീട്ടിലേക്ക് എനിക്ക് വരുമ്പം ഒരു പ്രത്യേക ഒരു ഇതാണ്, ഒരു ഫീലിങ്സാണ്. ഞാൻ നിന്നെ ആദ്യമായിട്ട് സ്പർശിച്ചതും ആദ്യമായിട്ട് നിന്നെ ആലിംഗനം ചെയ്തതും ആദ്യമായിട്ട് നിനക്ക് ഉമ്മ തന്നതും ഒക്കെ ഈ വീട്ടിനകത്ത് വെച്ചാണ് എന്നും പറഞ്ഞ് നമ്മുടെ മനു അങ്ങോട്ട് എന്താ പറയുക, മനുവിന് ഒരു അടിവയറ്റിലിങ്ങനെ മഞ്ഞിങ്ങനെ വരികയാണ് വീണ്ടും നമ്മുടെ അലീനയെ കണ്ടിട്ട്. അപ്പോൾ രണ്ടുപേരും പരസ്പരം കണ്ണിലൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ കണ്ണുകൾ ഉടക്കാതെ നമ്മുടെ അലീന തന്നെ നോക്കി. അലീന പെട്ടെന്ന് ഇപ്പം ചായ ഞാൻ എടുത്തിട്ട് വരാം, മനുവേട്ട നിൽക്കുക എന്ന് പറഞ്ഞ് ചായയൊക്കെ എടുക്കാൻ വേണ്ടി പോയി. അപ്പം ഇവിടെ നിന്ന് നമ്മുടെ വൈജ അവിടെ ചെന്നായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ സംഭവം സീനുകൾ ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. ഏതായാലും വൈജ കൈതക്കിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ തുള്ളൽ തുടങ്ങി കമല. എന്തിൻ്റെ കേടായിരുന്നു വൈജ, നിനക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു പെണ്ണ് കയറി വീട്ടിൽ വന്ന് ഭരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നീ ഇട്ടെറിഞ്ഞിട്ട് പോരുവാണോ ചെയ്യേണ്ടത്? അവളെ ഫൈറ്റ് ചെയ്ത് നീ അവിടെ നിൽക്കണ്ടേ എന്നൊക്കെ. അപ്പം പറഞ്ഞു, അതെ കമലയിടത്ത് എന്നെ ഫൈറ്റ് ചെയ്യാനൊന്നും പഠിപ്പിക്കല്ലേ. കമലയിടത്ത് ഈ പറയുന്നത് അവളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണം വേണ്ടിയല്ലല്ലോ. കമലയിടത്തേക്ക് ഞാനിവിടെ വരുന്നത് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടല്ലേ കമലയിടത്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്ത് ഇഷ്ടക്കേടാ? ഓ ഇഷ്ടക്കേടാ എനിക്കറിയാം. ഇനിയിപ്പോൾ എന്ത് ഇഷ്ടക്കേടുണ്ടല്ലോ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഞാനിവിടെ വരുകയും ചെയ്യും. പിന്നെ ഞാനിവിടുത്തെ ഓഹരി ഒന്നും മേടിച്ചുകൊണ്ട് പോയിട്ടില്ലല്ലോ, എനിക്ക് ഇനിയും ഓഹരി കിട്ടാനുണ്ട്, അതിൻ്റെ പൈസയൊക്കെ തരാനും ഉണ്ട്, അതൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കമല അങ്ങ് പെട്ടെന്ന് വിഷയം മാറ്റി. അതൊക്കെ എന്തിനാ കമല ഇപ്പോൾ എടുത്തിടുന്നത്? കണക്കും ഭാഗം വെക്കലൊക്കെ അതൊക്കെ നമ്മുടെ ഇടയിൽ വേണോ? അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക്? നിനക്ക് എപ്പോഴും ഇങ്ങോട്ട് വരുകയും പോകുകയൊക്കെ ചെയ്യത്തില്ലേ? എന്തുവാ കമല അല്ല വൈജ നീ പറയുന്നത് എന്ന് പറഞ്ഞ് കമല അങ്ങ് വിഷയം മാറ്റാനും തുടങ്ങി കേട്ടോ. അപ്പം ശിവശങ്കരമേനോൻ വന്നിട്ട് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ വേറൊന്നുമല്ല, അവിടെ അവൾ വന്നിട്ടുണ്ട്, ആ ഭൂതന വന്നിട്ടുണ്ട്, അവൾ അവിടെ മുടിപ്പിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ അവളുള്ള വീട്ടിൽ ഞാൻ നിൽക്കത്തില്ലെന്ന് ഞാൻ പണ്ട് പോലെ പറഞ്ഞിട്ടുള്ളതല്ലേ. അവളെയും കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഞാൻ നിൽക്കത്തില്ല അവിടെ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ നിൽക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്താടി നീ കാണിക്കുന്നത്? അലീന 2 ദിവസം വന്ന് നിന്നെന്നും പറഞ്ഞ് നിനക്ക് ആ ബബിത കൊച്ചിൻ്റെ കാര്യം അറിയത്തില്ലേ? അവളുടെ കാര്യം ചോദിച്ചറിയാനുള്ളതിന് അല്ലെങ്കിൽ നീ എന്ത് പണിയാണ് കാണിച്ചത്? ഡിസ്ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോകും. നിന്റെ മോളല്ലേടി, നിന്റെ മോളുടെ അടുത്തുനിന്നല്ലേടി നീ ഇങ്ങോട്ടേക്ക് വന്നത്? നീ എന്ത് പണിയാണ് കാണിച്ചതെന്നൊക്കെ ചോദിച്ചു ശിവശങ്കരമേനോൻ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്ക് ആ ഉദവിയുള്ള സ്ഥലത്ത് താമസിക്കാൻ പറ്റത്തില്ല. അവൾക്കും ഭയങ്കര ഇഷ്ടം അലീനയാണല്ലോ, അവളും ആശുപത്രി കടന്നപ്പോഴത്തേക്കും അലീനയെ മതി, അലീനയോട് സംസാരിക്കണം എന്നൊക്കെ അല്ലായിരുന്നോ പറഞ്ഞത്? അപ്പോൾ അവരാവട്ടെ, അവരുടെ പാടാകട്ടെ, അല്ലാതെ എനിക്കൊന്നും അറിയണ്ട. ഞാൻ ഇനി അതിനെക്കുറിച്ചൊന്നും പറയുന്നുമില്ല. അവരെന്തേലും കാണിക്കട്ടെ, ഞാൻ ഏതായാലും ഇവിടെ കുറച്ച് ദിവസം കാണും എന്നും പറഞ്ഞ് നേരെ റൂമിനകത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്കും കമല അടി കൂടി അങ്ങ് നോക്കുകയാണ് കേട്ടോ. ശിവശങ്കരമേനോനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റിക്കണം, പെങ്ങളെ പൊന്നാര പെങ്ങളെ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. ഏതായാലും അടിപൊളി വിശേഷങ്ങളാട്ടോ. ഓരോ ദിവസവും ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കേണ്ട ദിനങ്ങളാണ്. നമ്മുടെ അലീനയും മനുവും എല്ലാവരും, സ്റ്റാൻലിയും ബാലചന്ദ്രനൊക്കെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി അഭിനയമാണ്. നമ്മൾ ഇതുവരെ കാണാത്ത സീരിയലിനെയൊക്കെ വെല്ലുന്ന സിനിമാറ്റിക് രീതിയിൽ തന്നെയാണ് കഥ മുന്നോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പം നമ്മളെന്നും ഫുൾ വിശേഷവും പ്രമവിശേഷവും ചെയ്യുന്നുണ്ട് റിയൽ സ്റ്റോറിക്കകത്ത്. അതുപോലെ തന്നെ നമ്മൾ റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഈ ചാനലിനകത്ത് വരാനിരിക്കുന്ന വിശേഷം തുടർക്കഥയായിട്ട് ചെയ്തു പോരുന്നുണ്ട്. നോവലിനെ ബേസ് ചെയ്താണ് നമ്മൾ കഥ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.